എല്ലാ പ്രേക്ഷകർക്കും വിദേശ വാർത്താരംഗത്തിലേക്ക് സ്വാഗതം. കൂടുതൽ വിദേശ വാർത്തകൾ അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ മധ്യ ടെൽ അവീവിൽ പതിക്കുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ബങ്കർ തകർന്നു എന്ന പ്രചാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതെന്ന് കരുതപ്പെടുന്ന ബിബിയുടെ ബങ്കർ എന്നറിയപ്പെടുന്ന ഭൂഗർഭ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നതായി സോഷ്യൽ മീഡിയയിൽ അവകാശവാദങ്ങൾ ഉയരുന്നുണ്ട്. അധികൃതരുടെ സ്ഥിരീകരണം ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലിന്റെ മധ്യഭാഗങ്ങളിൽ എത്തിയതായും ടെൽ അവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പുകൾ നൽകിയതായും ഇസ്രായേൽ അധികൃതർ അറിയിച്ചു. നാശനഷ്ടങ്ങൾ നഗരത്തിൽ പലയിടത്തും തീപിടുത്തമുണ്ടാവുകയും വാഹനങ്ങളും കെട്ടിടങ്ങളും തകരുകയും ചെയ്തു. അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വരുന്നു. ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരേസമയം വലിയ തോതിലുള്ള മിസൈലുകൾ വരുന്നത് സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. നഗരത്തിലെ ജനങ്ങളോട് നിരന്തരം ഭൂഗർഭ ഷെൽട്ടറുകളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിക്കുന്നു. പല കെട്ടിടങ്ങളിലുമുള്ള സുരക്ഷിത മുറികളും പൊതു ഷെൽട്ടറുകളും ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാന നേതാക്കളുടെ സുരക്ഷയ്ക്കായുള്ള ബങ്കറുകൾ അതീവ സുരക്ഷിതമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ അത്തരമൊരു കേന്ദ്രത്തിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. തകർന്ന മിസൈൽ ഭാഗങ്ങൾ പരിശോധിച്ചും മറ്റും ഏതുതരം ആയുധങ്ങളാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം ഇസ്രായേൽ അധികൃതർ തുടരുകയാണ്.